ഹേ ഗൈസ്, യോമലയുടെ ഫസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുപ്പിയാണ് ഗൈസ്, കുപ്പി. നമ്മൾ തിക്കിലും തിരക്കിലും കഷ്ടപ്പെട്ട് മേടിക്കുന്ന സാധനമാണ്. ആ തങ്കപ്പെട്ട ചേട്ടൻ എനിക്ക് ഡോർ ഡെലിവറി ആയിട്ട് കൊണ്ടു തന്നത്. 3 കുപ്പിക്കകത്ത് ഒരു വാർഡ് തന്നെ നോക്കിയിരിപ്പുണ്ട്. അതേ ഗൈസ്, ഞാൻ നാട്ടിൽ പോകും. ഗൈസ്, നമ്മൾ അതുകൊണ്ട് നാട്ടിൽ പോകാനായിട്ട് സാധനം വാങ്ങാൻ നമ്മൾ ഡിസൈനർ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ബ്രാൻഡ്സും ഇവിടെ കാണും. ഗൈസ്, നമ്മൾ ലിൻഡിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് നോക്കി പാക്കറ്റിലാക്കി തൂക്കാം. എവിടെ തൂക്കുന്നത്? ഇവിടെ ഉണ്ട് തൂക്കുന്നത് കേട്ടല്ലോ. ദുബായ് ചോക്ലേറ്റ് ഉണ്ട്, ഇതില് സ്ട്രോബെറി ഉണ്ട്, പിസ്തയുണ്ട്. കിടിലനായിരിക്കും ഇത്. ടോക്കിയോ സ്റ്റൈൽ ചോക്ലേറ്റ്. ദുബായ് ചോക്ലേറ്റ് മാറി, ദുബായ് ചോക്ലേറ്റിന്റെ ട്രെൻഡ് മാറിയെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പോൾ അതാണ്ട് ടോക്കിയോ സ്റ്റൈൽ ചോക്ലേറ്റ്. പറഞ്ഞതേ ഉള്ളൂ, ഇതാ സാധനം ഇരിക്കുന്നു. നമ്മൾ ലിൻഡിയിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല. കഴിഞ്ഞ കൊല്ലവും ഞാൻ കൊണ്ടുവരുന്ന ലിൻഡിയിൽ നിന്ന്. പക്ഷേ ഒത്തിരി നമുക്ക് ഓവർ പ്രൈസാന്ന് ഞാൻ പറയുന്നില്ല, നല്ല സാധനമൊക്കെ തന്നെ. ഓഫർ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് നല്ല ക്വാണ്ടിറ്റിയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കുറച്ചധികം ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ലിൻഡിയിൽ നിന്ന് മേടിച്ചിട്ട് കാര്യമില്ല. ലിൻഡ് ഒത്തിരി മേടിച്ചു കഴിഞ്ഞ് പൈസയും പോവും, ഒത്തിരി കാണത്തില്ലടാ. പൈസ കാരണം എല്ലാവർക്കും കൊടുക്കണ്ടേ. അത് നീ മറ്റവർക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ആകുമ്പോ ഒരുമിച്ച് അല്ലാതെ വീട്ടിലെല്ലാരും വരും. എല്ലാരും ഇപ്പൊ ഫാമിലി അവിടെ ഉണ്ടല്ലോ. എല്ലാവർക്കും കൊടുക്കാനൂടെ പൈസ കുറവായിരിക്കും. നല്ലതാ, പക്ഷെ നല്ല സാധനം. നമുക്ക് നോക്കാം എന്തുകൊണ്ടെന്ന്. അതാണ് മറ്റേ ടൊവിനോ പറഞ്ഞ പെർഫ്യൂം, ബാഡ് ബോയ്. ഇതിൻ്റെ അതായത് ഗോൾഡ് കളർ. അത്ര ഹാർഡല്ല, ഒരു സോഫ്റ്റ്. കുഴപ്പമില്ല. ഇവിടെ ഞാൻ കയറില്ല. ഇങ്ങനത്തെ മേടിച്ചിട്ട് പോകണം, ഇവിടെ ലാഭം ഉണ്ടായിരിക്കും. ഇതെടുക്കാറ് പെട്ടിയെല്ലാം പാക്ക് ചെയ്തു. ഇപ്പൊ ഡ്രസ്സ് ഇട്ട് നേരെ എയർപോർട്ടിലോട്ട് പോയാൽ മതി. ലഗേജ് കയറ്റി വെച്ചാൽ തന്നെ പാതി ആശ്വാസമായി. പിന്നെ സെക്യൂരിറ്റി ചെക്ക്, അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറണം, നാട് കാണണം. അങ്ങനെ നമ്മൾ ദോഹ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. സെക്യൂരിറ്റി ചെക്കിങ്ങിനും കഴിഞ്ഞു, തലവേദന കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ഗേറ്റിലോട്ട് നടന്നാൽ മതി. പിന്നെ അറിയാമല്ലോ, ദോഹ എയർപോർട്ട് കാണാൻ നല്ല രസമാണ്. നമുക്ക് മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. വീട്ടിലൊന്ന് വിളിക്കണമല്ലോ. 3 മണിക്കൂറോളം ഉണ്ട് ഇവിടെ. നാട്ടിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ നമുക്ക് 7 മണിക്കൂറോളം നമുക്ക് ദോഹയിൽ വെളിയിൽ ഇറങ്ങാൻ പറ്റുമെന്ന് മാക്സിമം നോക്കാം. അറിയത്തില്ല അതിനെപ്പറ്റി, പക്ഷേ ഇതുപോലെ ഓൺ അറൈവൽ സംഭവം ഉണ്ടെന്ന് കേൾക്കുന്നു. നമുക്ക് നോക്കാം. ഈ GCCയിലുള്ള പെർഫ്യൂമിന് ഇച്ചിരി നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ യൂറോപ്യൻസിനാണെങ്കിൽ അവർ വേർക്കുന്നതൊക്കെ കുറവാണ്, വളരെ കുറവാണ്. മിന്നൽ മുരളിയുടെ പെർഫ്യൂം. ഹലോ, As you see, we have 5 different Savage. Oh, okay. Fresh, middle, strong. This is the strongest, yeah? No, Elixir. Oh, okay. This one is our strongest Savage, the Johnny Depp one. Only one spray or last 24 hours. It's the longest. Nice.
And how much this cost? In dollar, euro, dollar $75. $175 എലിക്സർ. കൂടിയ സാധനം അടിക്കാൻ കിട്ടിയായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. ഒരാഴ്ചത്തേക്ക് തുണി കഴുകണ്ടായിരുന്നു. പെർഫ്യൂം കഴിഞ്ഞ് നമ്മൾ കുപ്പിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് അടിപൊളി സാധനം. ബീവാർസ് ഫ്രീ കോംപ്ലിമെൻ്ററി വാട്ടർ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ഐ ഡിഡ്ന്റ് നോ ദാറ്റ്. ജോണി വോക്കർ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്തായാലും ദോഹങ്ങൾ വാങ്ങിയുണ്ട്. പക്ഷെ അവൻ കൺവിൻസ് ചെയ്യാൻ നോക്കി. എന്നോട് പറഞ്ഞു അവിടെ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, വേറൊരുത്തം പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാകുന്നു. എന്തായാലും നമ്മുടെ മര്യാദ കൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ ഈ എലിക്സർ നല്ല മണമുണ്ട് കേട്ടോ, നല്ല അടിപൊളി മണമുണ്ട്. ഇത് ഞാനിത് പിടിച്ചുകൊണ്ട് കിടക്കുക, ഇവിടെ പോക്കറ്റ് വെക്കുക. ഇതെല്ലാം ഫ്രെയിമൊക്കെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ, വാട്ടർഫോളോ എല്ലാം കണ്ടിട്ട് വരാം. എക്കോ സ്റ്റൈൽ എയർപോർട്ട്. ഇവിടെ ഇങ്ങനെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്, റെസ്റ്റ് എടുക്കാം. കാട്ടിലൊക്കെ നമ്മൾ കിടക്കുന്ന പോലെ ഒരു ഫീൽ. സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ, കിളിയില്ല പക്ഷെ കിളി സൗണ്ടുണ്ട്. പന അട്ടൊക്കെ ഉണ്ട്. കിടക്കാൻ ഉള്ളിക്കേറി കിടക്കാം, പക്ഷെ 3 എണ്ണേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് ഒരാളുടെ ഫ്ലൈറ്റൊക്കെ മിസ്സാവുകയാണെങ്കിൽ അവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഫ്ലൈറ്റൊക്കെ മിസ്സായാലേ ഉള്ളൂ, കാരണം അതേപോലെ അല്ലേ. ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കാം. നമുക്കിനി മേളിൽ പോയാലോ. സൺഗ്ലാസ് നമ്മുടെ കയ്യിലുള്ള സൺഗ്ലാസ് നമ്മളിതുവരെ വെച്ചില്ലെന്നേ ഉള്ളൂ. വെക്കും, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വെക്കും. നമ്മൾ പറഞ്ഞു വന്നത്, ജർമ്മനിയിൽ നിന്ന് നാട്ടിലേക്ക് വരുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു എയർലൈൻ എന്ന് പറഞ്ഞാൽ, നല്ലൊരു ക്വാളിറ്റി നല്ല സർവീസ് ഉള്ളൊരു എയർലൈൻ എന്ന് പറഞ്ഞാൽ അത് ഖത്തറാണ്. എനിക്ക് ബെർലിനിൽ നിന്ന് എനിക്ക് നല്ല രീതി, ഞാനിപ്പോൾ കഴിഞ്ഞ വട്ടം ഖത്തറായിരുന്നു, ഈ വട്ടം ഖത്തറാണ്. അത് വേറൊന്നുമല്ല, ഈ AVS പോയിൻ്റ് എന്ന് പറഞ്ഞ ഖത്തറിനൊരിതുണ്ട്. അത് നമ്മൾ ശേഖരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടിക്കറ്റ് ചില സമയങ്ങളിൽ ബിസിനസ് ക്ലാസ് ആക്കാം. പിന്നെ നമുക്ക് പോയിൻ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പോയിൻ്റ് വെച്ച് ക്ലെയിം ചെയ്ത് ഇത്ര രൂപ കുറയ്ക്കാം. എനിക്ക് 5000 രൂപയാണ് കുറഞ്ഞത് ഈ പ്രാവശ്യം. നിങ്ങളുടെ അഭിപ്രായത്തിൽ നല്ല വേറെ എയർലൈൻ ഉണ്ട് ജർമ്മനിയിൽ നിന്ന് നാട്ടിലേക്കുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തു, നമുക്ക് നോക്കാമല്ലോ ഏതാ നല്ലത്. You were saying beginning. No, I was saying like, okay, I'll adjust for you. I'll try to do whatever discretion I have, but I should be in your video. For sure. 1500 രൂപ. 1500 രൂപ. 1500 രൂപ. അല്ല, ഡ്യൂട്ടി ഫ്രീ അടിച്ചു. ഡ്യൂട്ടി ഫ്രീ അടിച്ചോ? തലമുടിയൊക്കെ വെട്ടി. എങ്ങനെയുണ്ട്? ലൈക്ക്, ഷെയർ, subscribe. Thank you.